നടൻ ഉണ്ണി മുകുന്ദനെതിരെ കേസ് ക്രൂരമായി മർദ്ദിച്ചതായി മാനേജറാണ് പരാതി നൽകിയത്. പോലീസിലും ഫെഫ്കയിലും പരാതി നൽകി. വിവരങ്ങളുമായി സൈഫുന്നീസ ചേരുന്നുണ്ട്. സൈഫുന്നീസ, എന്താണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത്? എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് പറയുന്നത്? എവിടെയാണ് പരാതി നൽകിയത്? നടൻ ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്തിരിക്കുകയാണ്. പ്രൊഫഷണൽ മാനേജറെ മർദ്ദിച്ചു എന്ന പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഉണ്ണി മുകുന്ദന്റെ ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രം ഫെബ്രുവരി 21 തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നു. ഈ സിനിമ ഒരു പരാജയമായിരുന്നു. ഈ സിനിമ പരാജയപ്പെട്ട് നിൽക്കെ മറ്റൊരു സിനിമയ്ക്ക് പോസിറ്റീവായ റിവ്യൂ മാനേജർ എഴുതി എന്നുള്ളതാണ്, സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇത് പങ്കുവച്ചു എന്നുള്ളതുകൊണ്ടാണ് മർദ്ദിച്ചത് എന്നാണ് ഈ പ്രൊഫഷണൽ മാനേജറുടെ പരാതി. വിപിൻ കുമാർ എന്ന മാനേജറാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് ഈ പരാതി ലഭിക്കുകയും ചെയ്തത്. ഈ വിപിൻ കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഉണ്ണി മുകുന്ദനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അസഭ്യം പറഞ്ഞതിനും മർദ്ദിച്ചതിനുമാണ്, ക്രൂരമായി മർദ്ദിച്ചതിനുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നേരത്തെയും ഈ ഉണ്ണി മുകുന്ദനെതിരെ ഒരു സ്ത്രീയുടെ പരാതിയിൽ കേസെടുത്തിരുന്നു. സ്ത്രീയെ ക്രൂരമായി മർദ്ദിച്ചു എന്ന പരാതിയിൽ പണ്ട് കേസ് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രൊഫഷണൽ മാനേജർ പരാതി നൽകിയിരിക്കുന്നത്. മാനേജറെ പറഞ്ഞു വിട്ടിട്ടില്ല. മാനേജർ ഇപ്പോഴും ഉണ്ണി മുകുന്ദന്റെ ഒപ്പം തന്നെയാണുള്ളത് എന്നാണ് അറിയുന്നത്. പക്ഷേ ഈ മർദ്ദിച്ചതിനെ തുടർന്നാണ് മാനേജർ പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല ഫെഫ്കയിലും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ അല്പസമയം മുൻപ് ആണ് വിപിൻ കുമാർ എത്തി മൊഴി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടൻ ഉണ്ണി മുകുന്ദനെ കേസെടുത്തിരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ വലിയ വിജയമായിരുന്നു. അതിന്റെ തൊട്ട് പിന്നാലെയായിരുന്നു ഫെബ്രുവരി 21 ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഇത് വലിയ രീതിയിൽ പ്രതീക്ഷിച്ച പോലെ വിജയം നേടാനാവുകയും ചെയ്തിരുന്നില്ല. ഈ ഒരു വിഷമത്തിലായിരുന്നു ഉണ്ണി മുകുന്ദൻ എന്നും ഈ വിഷമത്തിൽ ഇരിക്കെയാണ് മാനേജർ മറ്റൊരു സിനിമയ്ക്ക് പോസിറ്റീവായ റിവ്യൂ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തതെന്നും ഇതിലുള്ള വൈരാഗ്യത്താലാണ് ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചത് എന്നുമാണ് ഈ മാനേജറുടെ വിശദീകരണം. മാനേജർ ഈ ഒരു മൊഴിയാണ് പോലീസിന് നൽകുകയും ചെയ്തിരിക്കുന്നത്. സൈഫുന്നീസ, ഈ മാനേജർ ഇപ്പോഴും ഉണ്ണി മുകുന്ദന്റെ ഒപ്പം തന്നെയാണെന്നാണ് പറഞ്ഞു വരുന്നത്? പറഞ്ഞു വിട്ടതായി പറയുന്നില്ല. പക്ഷേ ഉണ്ണി മുകുന്ദനോടുള്ള എതിർപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദനെതിരെ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഇയാൾ തീരുമാനിച്ചിരിക്കുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലും ഒപ്പം തന്നെ ഫെഫ്കയിലും പരാതി നൽകിയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ഉണ്ണി മുകുന്ദനൊപ്പം തുടരാനാകില്ല എന്ന തീരുമാനത്തിലേക്കായിരിക്കാം ഈ വിപിൻ കുമാർ എത്തുന്നത്. എന്തായാലും നിലവിൽ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തി ഹാജരായി മൊഴി നൽകുകയും ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ണി മുകുന്ദനെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ക്രൂരമായി മർദ്ദിച്ചതിനും ഒപ്പം തന്നെ അസഭ്യം പറഞ്ഞതിനുമാണ് നടൻ ഉണ്ണി മുകുന്ദനെതിരെ ഇപ്പോൾ ഇൻഫോ പാർക്ക് പോലീസ് നടൻ ഉണ്ണി മുകുന്ദനെതിരെ കേസ് ക്രൂരമായി മർദ്ദിച്ചതായി മാനേജറാണ് പരാതി നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് സൈഫുന്നീസ നൽകിയത്.